എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ സ്റ്റൈലിലുള്ള കക്കാത്തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. വീട്ടിൽ എളുപ്പത്തിൽ കക്കാത്തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1/2 കിലോ കക്കായ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. കക്കായ ഇറച്ചിയുടെ ഉൾഭാഗത്തു നിന്നും അഴുക്ക് നീക്കം ചെയ്തിട്ടുള്ളതാണ്. കഴുകി വൃത്തിയാക്കിയ കക്കായിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. കക്ക വേവിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. കക്കയിൽ നിന്നും വരുന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. കക്കയിൽ നിന്നും വരുന്ന വെള്ളത്തിൽ കിടന്ന കക്ക വെന്ത് വരുമ്പോഴാണ് ഈ തോരന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു പാകത്തിനാണ് കക്ക വെന്ത് കിട്ടേണ്ടത്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത്, കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 4 വലിയ വെളുത്തുള്ളി, മീഡിയം സൈസിലുള്ള ഇഞ്ചി എന്നിവ ചതച്ചത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി വഴന്നു വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിനാവശ്യമായ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള വേഗത്തിൽ വഴന്നു വരുന്നതിനായി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വഴറ്റിയെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വഴന്നു വന്ന സവാളയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇതിൽ ചേർത്തിട്ടുള്ള കുരുമുളക് ചതച്ചതാണ്. കുരുമുളക് പൊടിയേക്കാൾ നല്ലത് ചതച്ചത് ചേർക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ടേസ്റ്റ് നൽകുന്നത്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നന്നായി ഈ മസാലകളുമായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചിരകിയതിൽ മസാലകൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കക്ക ചേർത്ത് ഈ മസാലകളുമായി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുത്ത് ഈ കക്ക ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഈ സമയം കക്കാത്തോരനിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ കക്കാത്തോരൻ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കക്കാത്തോരൻ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.